ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോകുലാഷ്ടമി. ഗോകുലാഷ്ടമി എന്ന് പറയുമ്പോൾ പലരും ആലോചിക്കും സെപ്റ്റംബർ 14 ഗോകുലാഷ്ടമി എന്ന്. നമ്മൾ കേരളീയർ സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ഇന്നാണ് ഗോകുലാഷ്ടമി ആചരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഗോകുലാഷ്ടമിക്ക് വേണ്ട ഒരുക്കങ്ങളൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്ന് ഗോകുലാഷ്ടമി ആചരിക്കാത്തവർക്ക് സെപ്റ്റംബർ 14 വരുന്ന ഗോകുലാഷ്ടമി നമ്മൾ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് ഗോകുലാഷ്ടമി ആചരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മുടെ വീട്ടിലേക്ക് രാത്രിക്കുള്ളിൽ വാങ്ങി വരേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനത്തെക്കുറിച്ചും ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാനായിട്ട് പോകുന്നത്. മാത്രമല്ല ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അതായത് ആടി മാസത്തിലെ കൃത്തിക നക്ഷത്രത്തിലെ വഴിപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 16 കർക്കിടക മാസത്തിൽ കൃത്തിക നക്ഷത്രം വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ആകുമ്പോൾ ജൂലൈ മാസത്തിൽ കൃത്തിക വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർ ഇന്നാണ് കൃത്തിക വഴിപാട് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ന് കൃത്തിക മാത്രമല്ല, ഗോകുലാഷ്ടമി കൂടാതെ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ ശനിയാഴ്ച, ഈ 3 ദിവസങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു അത്ഭുത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ വഴിപാടുകൾക്കും ചൊല്ലുന്ന മന്ത്രജപങ്ങൾക്കും അല്ലെങ്കിൽ നാമജപങ്ങൾക്കുമെല്ലാം ഒരുപാട് ഫലങ്ങളാണ് നമ്മളെ തേടിയെത്തുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിലും മനസ്സിൽ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഇന്ന് നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും, ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുമെന്നെല്ലാം തന്നെ പറയാവുന്നതാണ്. കൂടാതെ ഒരുപാട് തവണയൊന്നും നമുക്ക് ഈ മന്ത്രം ഇന്ന് ജപിക്കേണ്ടതായിട്ട് വരുന്നില്ല. വെറും 6 പ്രാവശ്യം മാത്രം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിക്കിടന്നാൽ മതിയാകുന്നതാണ്. പൂജകളോ വഴിപാടുകളോ വ്രതങ്ങളോ അതുപോലെ തന്നെ നമ്മൾ പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ വെറും 6 പ്രാവശ്യം ശുദ്ധമായ മനസ്സോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രം ജപിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതാണ് ആ മന്ത്രം എന്ന് കാണുന്നതിന് മുന്നേ ഇന്ന് നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ നമ്മുടെ പൂജാമുറിയിലേക്ക് വാങ്ങി വരേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് വെണ്ണയാണ്. വെണ്ണക്കണ്ണനായ ഉണ്ണിക്കണ്ണൻ നമ്മുടെ വീട് തേടി വരുവാനായാണ് നമ്മൾ ഇന്ന് ഒരു ചെറിയ കവറിൽ വെണ്ണ വാങ്ങി വെക്കുവാനായിട്ട് പറയുന്നത്. ഇനി അഥവാ നമ്മളെ കൊണ്ട് അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വീടുകളിൽ തന്നെ ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കി ഇന്ന് പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ വെണ്ണ വെച്ച് അതിൽ മുകളിൽ ഒരു തുളസി ഇല വെച്ച് നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിന് സാധിക്കുന്നവർ ഇന്ന് മറക്കാതെ ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഇനി അഥവാ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം മാത്രം 6 പ്രാവശ്യം ചൊല്ലാം. ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമഃ. ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ എന്നുള്ള ഈ മന്ത്രം 6 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാം. ഈ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ കൈയും മുഖവും കഴുകി നമ്മൾ പൂജാമുറിയിൽ കയറാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ശാന്തമായി ഇരുന്നു കൊണ്ട് 6 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കുന്നത് ആ സ്ഥലത്ത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ വിരിച്ചിരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ കിഴക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ ഈ മന്ത്രം 6 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. കണ്ണുകൾ അടച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം മനസ്സിൽ കരുതിക്കൊണ്ട് 6 പ്രാവശ്യവും ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ എന്നുള്ള ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളായി ആ ആഗ്രഹം നടന്നു കിട്ടുന്നില്ല, ഓരോ തടസ്സങ്ങളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്
ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ വരയിടാത്ത ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ആദ്യം ഹെഡിങ് ആയിട്ട് നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിറവേറി കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എഴുതുക. എങ്ങനെ എഴുതണമെന്നാൽ, നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടുവാനായിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടിത്തന്നതിന് നന്ദി എന്നെഴുതിയതിനു ശേഷം ഒരൊറ്റ പ്രാവശ്യം അത് എഴുതാം. അങ്ങനെ എഴുതിയതിനു ശേഷം 21 പ്രാവശ്യം ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ, ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ എന്ന് ആ ഒരു പേപ്പറിൽ നമ്മൾ എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും പാടില്ല. മറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് ജോലിയാണെങ്കിലും സമ്പത്താണെങ്കിലും അല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നിറവേറി കിട്ടുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ നിറവേറി കിട്ടി എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ ഇന്ന് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതിയ നിങ്ങൾക്ക് ഉടൻ തന്നെ ഫലം ലഭിക്കും. ഇനി നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത്. അതിനുശേഷം നമ്മൾ 3 പ്രാവശ്യം ഓം ഗോവിന്ദായ നമ, ഓം ഗോവിന്ദായ നമ, ഓം ഗോവിന്ദായ നമ എന്ന് എഴുതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും 6 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ എന്ന് പറയുക. അതിനുശേഷം 3 തവണ ഗോവിന്ദായ നമ എന്ന് പറയുക. അതുപോലെ എഴുതുകയാണെങ്കിൽ 21 പ്രാവശ്യം ഓം ക്ലീം കൃഷ്ണായ വാസുദേവായ നമ എന്ന് മാത്രം എഴുതുക. ഗോവിന്ദായ നമ എന്നുള്ളത് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞതിനു ശേഷമോ അല്ലെങ്കിൽ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷമോ നമ്മൾ കിടന്നുറങ്ങുവാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ജോലികളുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ടോ പോകാം. അല്ലാതെ ഇത് ചെയ്യുന്നതിനിടയിൽ ആരെങ്കിലും വിളിച്ചു എന്ന് കരുതിയോ ഫോൺ വന്നു എന്ന് കരുതിയോ നമ്മൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും തന്നെ, ആർക്കെല്ലാം സാധിക്കുമോ അവരെല്ലാവരും തന്നെ മറക്കാതെ ഈ ഒരു മന്ത്രം ജപിക്കുവാനും എഴുതുവാനുമായിട്ട് ശ്രമിച്ചു നോക്കുക. നമ്മൾ എത്രയോ താന്ത്രികങ്ങൾ ചെയ്തു, വഴിപാടുകൾ ചെയ്തു, ക്ഷേത്ര ദർശനങ്ങൾ നടത്തി, പൂജകൾ ചെയ്തു, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് പോലും ആശ്വാസമേകുന്ന ഒരു മന്ത്രജപമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുതന്ന അത്ഭുത ഒരു മന്ത്രം കൂടിയാണ്. ഇന്നു മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് നമ്മൾ ജപിച്ചാൽ തന്നെ നമ്മുടെ സർവ്വ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. രോഗദുരിതങ്ങളാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ തൊഴിലിൽ തടസ്സങ്ങളാണ് അനുഭവിക്കുന്നത് എങ്കിലും മനസമാധാനമില്ലായ്കയാണെങ്കിലും ഇങ്ങനെ എന്തെല്ലാം ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ടുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മറക്കാതെ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങളെ കൊണ്ട് ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മൾ എഴുതിയ പേപ്പർ എന്തു ചെയ്യണമെന്ന് സംശയമുണ്ടാകും. നമ്മൾ ഒരു നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് എഴുതുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ പേപ്പർ കീറിക്കളയണമെന്ന് ആവശ്യമില്ല. കാരണം അത് ഭഗവാന്റെ നാമമായതിനാൽ നമുക്കത് കീറിക്കളയേണ്ടതായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ, ഭഗവാന്റെ തിരുക്കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.